ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ വളരെ ശുഭകരമായ, സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ഗാസയെ സംബന്ധിച്ച്. അങ്ങ് കെയ്റോയിൽ നിന്ന് അതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കിക്കൊണ്ട് തുടങ്ങാം. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ധാരണയിലെത്തി. ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണ. ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും. ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. സമാധാന കരാർ ഒപ്പിടുന്നത് കാണാൻ ഡൊണാൾഡ് ട്രംപ് കെയ്റോയിലേക്ക്. ഉച്ചയും കാണും. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നാളെ. പിണറായി വിജയനൊപ്പം കെ.എൻ. ബാലഗോപാലും മുഹമ്മദ് റിയാസും ചീഫ് സെക്രട്ടറിയും. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യ UK വിഷൻ 2035 സമഗ്ര ചർച്ച. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ. അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ താലിബാൻ നേതാവ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ അതിക്രമത്തിൽ ഇന്ന് KGMOയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോഴിക്കോട് ജില്ലയിൽ OP ഉൾപ്പെടെ ബഹിഷ്കരിക്കും. പരിക്കേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരം. വനിതാ ലോകകപ്പിൽ 3ാം ജയം തേടി ഇന്ത്യ. എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. മത്സരം 3 മണിക്ക് വിശാഖപട്ടണത്ത്. ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഗാസയിലേക്കാണ് ആദ്യം പോകുന്നത്. ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നുമുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാൻ ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് നമ്മളെ തേടി എത്തുന്നത്, അല്ലേ? ഇപ്പോൾ ഉടനടി ഈ ഗാസ പദ്ധതി പ്രാവർത്തികമാക്കാൻ, അത് 1ാം ഘട്ടം നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ബന്ദിമോചനമായിരിക്കുമോ ആദ്യഘട്ടമായി നടപ്പാക്കുക? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗാസയിൽ സമാധാനം ഒരു ഇടവേളയ്ക്ക് ശേഷം പുലരുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്തരത്തിലുള്ള ശുഭസൂചനകൾ നൽകുന്ന വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഉടൻ തന്നെ അവിടെ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ ട്രൂത്തിലൂടെയാണ് ഇത് ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും, അതായത് ഹമാസും ഇസ്രയേലും ഈ ബന്ദിക്കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നടക്കമുള്ള ചില സുപ്രധാന വിവരങ്ങൾ കൂടി ട്രംപ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ പ്രധാനമായും കെയ്റോയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ, ആദ്യഘട്ട ചർച്ചയിൽ ഈ ബന്ദിക്കൈമാറ്റം ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. അതാണിപ്പോൾ ധാരണയിലെത്തിയതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയോടുകൂടി, ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ ഉള്ള ബന്ദിക്കൈമാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരണയിൽ ഒപ്പിടുന്നത് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടെത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒപ്പുവെച്ചുകൊണ്ട് മറ്റ് ഘട്ടങ്ങളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് 2ാം ഘട്ട ചർച്ചകളിലേക്കൊക്കെ നീങ്ങാനായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിൻ്റെ മരുമകനും ഒക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ സംഘം കെയ്റോയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഈ നേതാക്കളുമായി ഒരു വട്ട ചർച്ച കൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് എവിടെ വെച്ച് നടത്തും, ബന്ദി കൈമാറ്റങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത്, എവിടെ വെച്ച് കൈമാറണം, എത്രത്തോളം ആളുകളെ കൈമാറുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ പക്കലുള്ള എല്ലാ ബന്ദികളെയും വിട്ടു നൽകാമെന്നുള്ള കാര്യം ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു
പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് ഈ ഒരു സൈന്യം നടപടികൾ പിൻവലിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. പക്ഷേ ഗാസയിൽ ഉടനീളം വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഹമാസ് ഈ വാദങ്ങൾ നടത്തുന്നത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ല ഇത് അംഗീകരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ അത് ട്രംപിനെ ചൊടിപ്പിച്ചതായും ഒക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ശുഭസൂചന എന്ന രീതിയിൽ ഗാസയിൽ സമാധാനം പുലരുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരു എന്തായാലും ഉടൻ തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി അതായത് ഈ വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് ഒരു ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേൽ സൈന്യം പതിയെ ഗാസയിൽ നിന്ന് പിന്മാറുക എന്നതാണോ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം? ഈ രണ്ട് നിർദ്ദേശങ്ങളും നടപ്പായതിനു ശേഷമായിരിക്കുമോ ഈ പുനരധിവാസം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക? ആര്യ, കഴിഞ്ഞ ദിവസം ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ 20 ദിന പദ്ധതിക്ക് പുറമെ, ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. അതായത് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം. ഒരു തരത്തിലും ഈ ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ 60 ദിവസത്തേക്കൊക്കെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ തങ്ങൾക്ക് ഇനി സാധ്യമല്ല. പൂർണ്ണമായും ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നടക്കമുള്ള ഉപാധികളായിരുന്നു മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, ഗാസയിൽ ഇത്തരത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു അതോറിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ട്രംപ് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിയോഗിച്ചിരുന്നു. ആ സ്വതന്ത്ര പലസ്തീൻ കമ്മിറ്റി ഇത്തരത്തിൽ ഗാസയിൽ ഉടൻ തന്നെ ആളുകളെ തിരിച്ചെത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവിടെ ഒരു ഭരണം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ഉപാധികളായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇതൊക്കെ സ്വാഭാവികമായും പരിഗണിക്കാവുന്നതാണ് എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഇത് സംബന്ധിച്ച് ഒരു അനുകൂല നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു അനുകൂല പരാമർശമൊക്കെ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഹമാസും ഇതിൽ പൂർണ്ണമായി യോജിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ ഈ കരാറുമായി ഏർപ്പെടുത്തിയിരിക്കുന്നു, അതിൽ ഒരു ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഈ ഞായറാഴ്ചക്ക് മുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ധാരണയിലേക്ക് ഇസ്രായേലും ഹമാസും ഒപ്പുവെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ ഈ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ പക്കൽ 48ഓളം ഇസ്രായേലിന്റെ ബന്ദികളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 20ഓളം പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ഉൾപ്പെടെ, അതായത് മരിച്ചവരെ ഉൾപ്പെടെ കൈമാറണമെന്നുള്ളതാണ് ഈ ധാരണയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇസ്രായേലിന്റെ പക്കലും പലസ്തീനിലെ നിരവധി ആളുകൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഉടൻ മോചിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ ആളുകളെയും ഇതേ സമയം ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കണമെന്നുള്ളതാണ് ഈ ആദ്യഘട്ട ചർച്ചയിൽ. തന്നെ ഈ ബന്ദി കൈമാറ്റം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മിഥുൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഒരു നിശ്ചിത ദിവസത്തേക്ക് വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് പകരം പൂർണ്ണമായും ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക, ധാരണയിലേക്ക് എത്തുക എന്നുള്ള ആവശ്യം ഈ ചർച്ചയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്, ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം. ആ ഒരു ആവശ്യവും അപ്പോൾ സ്വാഭാവികമായും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ടാകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആര്യ, സ്വാഭാവികമായും അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തത്. രണ്ടാം ഘട്ടത്തിലാണ് ഈ വിഷയങ്ങൾ വരിക എന്നുള്ളതാണ്. രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഹമാസ് ഉന്നയിച്ച ഉപാധികൾ, ഒപ്പം തന്നെ ഈ 20 ദിന പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഹമാസിന്റെ നിരായുധീകരണം. അതിന് ഹമാസ് തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസും അതിനോട് യോജിച്ചതിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരായുധീകരണത്തിലേക്ക് ഹമാസ് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് വന്നിട്ടുള്ളത്. 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഗാസയിൽ സമാധാനം പുലരുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ഈ ചർച്ച നടക്കുമ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത ദിവസത്തേക്ക് പല സമയത്തും നേരത്തെ ചർച്ചകളിലൂടെ ഈ വെടിനിർത്തൽ കരാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്
പാളിപ്പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു നിശ്ചിത ദിവസത്തേക്ക് കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സമ്പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്തണമെന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ പൂർണ്ണമായും സമാധാനത്തിലേക്ക് ഗാസ നടന്നു നീങ്ങുന്നു എന്നത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറം ഇത്രയും വേഗം ഇസ്രായേൽ ഇതിനോട് എങ്ങനെ വഴങ്ങി എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പോൾ നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഔപചാരികമായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാകേണ്ടതുണ്ട്. ഹമാസിന്റെയും ഔപചാരികമായ പ്രസ്താവനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒന്നാം റൗണ്ട് സമാധാന ചർച്ചകളുടെ ഒരു റിസൾട്ട് എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് സേനാ പിന്മാറ്റം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത ലൈൻ വരെ സേനകളുടെ പിന്മാറ്റം ഉണ്ടാകും. ബന്ദികളുടെ മോചനം വെരി സൂൺ എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. വെരി സൂൺ എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു സമയവും നേരവും പറയാനാവുന്നില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷെ തത്വത്തിൽ അത് അംഗീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന 20 ഇന പദ്ധതിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നത് തീർച്ചയായും ശുഭോദർക്കമായ കാര്യവുമാണ്. നോക്കൂ, ഹമാസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവെ കേട്ടത് ചില നിശ്ചിത ഉപാധികൾ, പ്രത്യേകിച്ച് 3 കാര്യങ്ങളിൽ ഉറപ്പുകളും ചില ഉപാധികളും മുന്നോട്ട് വെച്ചു എന്നാണ്. സ്വല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇസ്രായേൽ സേന പൂർണ്ണമായി ഗസയുടെ മണ്ണിൽ നിന്നും പിന്മാറിയതിനു ശേഷം മാത്രമേ ബന്ദിമോചനത്തെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്ന ഒരു നിഗമനം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സുഗമമായ മുന്നോട്ട് പോവില്ല. പൂർണ്ണമായ ഒരു പിന്മാറ്റം വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അത് ആഴ്ചകൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ഹമാസ് കടുംപിടുത്തം അവസാനിപ്പിച്ചു എന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്, ഹമാസിന്റെ നിരായുധീകരണം, അതേക്കുറിച്ച് യാതൊരു രീതിയിലും ഒരു പരാമർശവും ഹമാസ് നടത്തിയിട്ടില്ല. പക്ഷെ അതേക്കുറിച്ച് തത്വത്തിൽ ധാരണ ഉണ്ടായി എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൃത്യമായി ഹമാസ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിരായുധീകരണം സമാന്തരമായി സംഭവിക്കേണ്ട ഒരു പ്രക്രിയയാണ് നിരായുധീകരണം. അല്ല എങ്കിൽ ഹമാസ് ഒരു സൈനിക യൂണിറ്റായി അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റായി ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തുടരുമ്പോൾ നാളെ ഈ പീസ് പ്രോസസ് ഫ്രജൈലായി അവസാനം ബ്രേക്ക് ചെയ്യുന്ന ഒരു ഘട്ടം വന്നേക്കാം. അതുകൊണ്ട് ഹമാസിന്റെ ആയുധങ്ങൾ അത് ആർക്കാണ് സറണ്ടർ ചെയ്യേണ്ടത്, അതേക്കുറിച്ചൊരു ധാരണ അനൗപചാരികമായിട്ടെങ്കിലും ഒരു ധാരണ ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഹമാസിന്റെ ഭാഗത്തു നിന്ന് ന്യായമായ ഒരു ആവശ്യമുണ്ടായി. അത് ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. ശാശ്വതമായ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാവരുത്, ഗസയുടെ മണ്ണിലേക്ക് ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാവരുത്. ഇതൊരു കണ്ടീഷണൽ കാര്യമാണ്. ഇസ്രായേൽ പറയുന്നത് കടന്നുകയറ്റം ഉണ്ടായത് മുഴുവൻ തന്നെ ഗാസയുടെ മണ്ണിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഈ റൗണ്ടിലെ കടന്നുകയറ്റം ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ വെടിനിർത്തൽ പല പ്രാവശ്യം ലംഘിക്കപ്പെട്ട സ്ഥിതിക്ക് വെടിനിർത്തൽ ശാശ്വതമായിരിക്കണം, ആക്രമണങ്ങൾ പെർമനന്റ് ആയി നിർത്തിവെക്കണം എന്ന ഡിമാൻഡാണ്. ഇത് ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു ചുവടുവയ്പായിരിക്കും. അത് ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ പോലും അത് നടപ്പാക്കിയെടുക്കാൻ, എൻഫോഴ്സ് ചെയ്യാൻ അമേരിക്ക മുന്നോട്ട് വരുമോ? അമേരിക്കയുടെ ഗ്യാരണ്ടി ആവശ്യമാകുന്നത് അപ്പോഴാണ്. അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഗ്യാരണ്ടി. അതുകൊണ്ടാണ് മധ്യസ്ഥരുടെ റോൾ അവിടെയാണ് വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വെടിനിർത്തൽ എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നത് ആണ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 കാര്യങ്ങളിൽ ധാരണ ആകുന്ന സ്ഥിതിക്ക്, തത്വത്തിൽ ധാരണയാകുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ഏത് നിമിഷവും ആദ്യ ബന്ദിയെ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി തീരുമാനിക്കേണ്ട കാര്യം, ബന്ദികൾ 20 പേരും ഒറ്റയടിക്ക് ഒരേ സ്ഥലത്ത് വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുമോ? റെഡ് ക്രോസ് ആയിരിക്കുമോ, അതോ യുണൈറ്റഡ് നേഷൻസ് ഏജൻസികളായിരിക്കുമോ? ആരാണ് ആ പ്രോസസ്സിൽ മധ്യസ്ഥത വഹിക്കേണ്ടത്? ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കേണ്ടത്? എവിടെ വെച്ചാണ് കൈമാറ്റം ചെയ്യപ്പെടുക? കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഫാൻഫെയറോടുകൂടി വലിയ മുഖംമൂടി അണിഞ്ഞ ഹമാസിന്റെ പോരാളികൾ വലിയ ഒരു ഒപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു തരം കൈമാറ്റം, അത് എത്രത്തോളം ഇസ്രായേൽ മനസ്സുകളിൽ എത്രത്തോളം മുറിപ്പാടുകൾ സൃഷ്ടിക്കും, അതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇസ്രായേൽ കൈമാറാനുള്ള ബന്ദികളുടെ വിവരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് എല്ലാ ബന്ദികളെയും കൈമാറണം, ബന്ദികളല്ല തടവുകാരെയും കൈമാറണമെന്നാണ്. ഇസ്രായേലിന്റെ കൈവശം വലിയ രീതിയിലുള്ള പലസ്തീനിയൻ തടവുകാരുണ്ട്. 250ഓളം വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട, ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരുണ്ട്. 1700-ൽ പരം സാധാരണ തടവുകാരുണ്ട്. ഇവരെല്ലാം തന്നെ വിട്ടയക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ. കാരണം
ഈ ആക്രമണത്തിലൊക്കെ പങ്കെടുത്ത ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റിൽ പങ്കെടുത്ത ചില നിർണായക നേതാക്കളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു കർശന തീരുമാനത്തിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് എല്ലാ തടവുകാരെയും ഒറ്റയടിക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത തുലവും പരിമിതമാണ്. പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട, അത് ഒരു കീറാമുട്ടിയാകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ഈ ഹമാസിന്റെ ഉന്നത നേതാക്കൾ, ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗാസയിൽ വെച്ച് പല സമയങ്ങളിലായി വധിക്കപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ മൃതശരീരങ്ങൾ ഇസ്രായേൽ മറവ് ചെയ്തോ അവരുടെ കൈവശമുണ്ടോ, അത് വിട്ടുകിട്ടുമോ എന്നൊക്കെയുള്ള ആലോചനകൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ വാർത്തകൾ അനുസരിച്ച് ഏറ്റവും പോസിറ്റീവായി തന്നെയാണ് 2 വർഷം നീണ്ടുനിന്ന ഒരു പ്രക്രിയ, ആ ഒരു യുദ്ധം ഏതാണ്ട് തത്വത്തിൽ അവസാനിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും നിലവിൽ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ബന്ദിമോചനം സാധ്യമായി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം അത് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമോ? അങ്ങനെ കരുതണമോ നമ്മൾ? അത് 2 പ്രാവശ്യം സംഭവിച്ചു. ബന്ദി മോചനം പാർഷ്യലാണ്. ഏതാണ്ട് 100-ൽ പരം ബന്ദികളെ 2 ഘട്ടങ്ങളിലായി വിട്ടയച്ചു. നവംബർ 2023 ആദ്യ വെടിനിർത്തൽ സമയത്തും, പിന്നീട് രണ്ടാമത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ്, 2ാം ഊഴത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടടുത്തുള്ള സമയങ്ങളിൽ ജനുവരി 2025 2 ഗഡുക്കളായി ബന്ദിമോചനം ഉണ്ടായി. അപ്പോഴും ബാക്കി ബന്ദികൾ അവശേഷിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത, 3ാമത്തെ ബാച്ച് ബന്ദികൾ എന്ന് പറയുന്നത് സമ്പൂർണമാണ്. ഇനി അവശേഷിക്കുന്ന ജീവനോടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന 20 ബന്ദികളാണ് മോചിപ്പിക്കപ്പെടാനുള്ളത്. അവർ കൂടി മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ മറ്റൊന്നും തന്നെ തടസ്സപ്പെടുത്തുന്നില്ല. ഗാസയ്ക്കെതിരെ അല്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിരില്ലേ എന്ന ന്യായമായ സംശയമാണ് ഹമാസിന്റെ ഭാഗത്തും ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഗ്യാരണ്ടി കൊടുക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയും ഈ സഖ്യകക്ഷികൾ മാത്രമല്ല, അറബി സഖ്യകക്ഷികളുമാണ്. അതുകൊണ്ടാണ് ഈ പീസ് ഡീൽ ഒരു കോംപ്രിഹെൻസീവ് പീസ് ഡീലാണ്. അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ഡീൽ എന്ന് പറയുമ്പോഴും അവിടെ ആദ്യം അമേരിക്ക ഈ റൗണ്ടിൽ കോൺഫിഡൻസ് എടുത്തത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെയാണ്. പ്രത്യേകിച്ച് അറബ് ലീഗിന്റെ കോൺഫറൻസിന്റെ സ്പിരിറ്റ് എടുത്തു, GCCയുടെ മൊത്തത്തിലുള്ള ഒരു സ്പിരിറ്റ് എടുത്തു. ഖത്തർ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായി, ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥത എന്ന് പറയുമ്പോൾ അവിടെ ആകമാന അറബി ചിത്രമുണ്ട്. അതുകൊണ്ട് ഹമാസിന് നൽകുന്ന ഗ്യാരണ്ടി, ഇസ്രായേൽ ഇനി ഒരു ആക്രമണത്തിൽ ബന്ദികളെ മോചിപ്പിച്ചാൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ല എന്ന ഉറപ്പ് കിട്ടേണ്ടത് ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ ആക്രമിച്ചാൽ എന്താണ് ബദൽ മാർഗം, എന്താണ് പ്രതിരോധ നടപടി എന്ന് പറയേണ്ടത് ഇപ്പോൾ ഈ പ്രോസസ്സിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കയും അതുപോലെ തന്നെ അറബി രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് അതാണ് ഹമാസിന് ലഭിക്കാവുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലും ഹമാസും നേരിട്ടുള്ള ചർച്ചകളല്ല എന്ന് ഓർക്കണം. നേരിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇല്ലാത്ത ഒരു പിൻബലം തേർഡ് പാർട്ടി മീഡിയേഷൻ സംഭവിക്കും. പ്രത്യേകിച്ച് അമേരിക്ക എന്ന അതിശക്തമായ മധ്യസ്ഥ രാജ്യം, ഇക്കാര്യത്തിൽ അതിനെ അമേരിക്ക മധ്യസ്ഥ രാജ്യം എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിനോടാണ് അമേരിക്കയ്ക്ക് ആഭിമുഖ്യം കൂടുതലെങ്കിൽ പോലും ഇസ്രായേലിനെ ഒരു പരിധിവരെ ബെയിൽ ഔട്ട് ചെയ്യാനാണ്, ഗ്ലോബൽ ഐസൊലേഷനിൽ നിന്നും ഇസ്രായേലിനെ ബെയിൽ ഔട്ട് ചെയ്യാനാണ് അമേരിക്ക ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് രംഗത്ത് വരാതിരിക്കാൻ കഴിയില്ല. അല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഡിപ്ലോമസിയുടെ വെറാസിറ്റി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അദ്ദേഹം സമാധാനത്തിന് നോബൽ സമ്മാനമൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു വശത്തെ പ്രലോഭിപ്പിച്ച് ഒരു യുദ്ധം അവസാനിപ്പിക്കുകയും എന്നിട്ട് ഏതെങ്കിലും ഒരു കക്ഷി പ്രകോപനം നടത്തി കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ആഗോള സമൂഹത്തിൽ ഒരു അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ട്രംപ് തന്റെ വിജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ നിർണായകമായ ഇടപെടൽ വേണ്ടി വന്നു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം, അദ്ദേഹം 2ാം ടേം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ ഇസ്രായേൽ പലസ്തീൻ ഇടയിലെ സംഘർഷം അത് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നുള്ളത്. തത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിജയമായി അദ്ദേഹം ഈ നിമിഷം ഇതിനെ കണക്കാക്കുന്നുണ്ട്, അത്തരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഒരു സെയിങ് ഉണ്ട്, ആര്യ, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതായത് കോഴിമുട്ട വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അവയുടെ തല എണ്ണാൻ നോക്കരുത് എന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ എല്ലാ പ്രഖ്യാപനങ്ങളും വളരെ മുൻപ് തന്നെ, ജമ്പിങ് ദ ഗൺ എന്ന നിലയിൽ മുൻപ് തന്നെ നടത്തുന്നത് ഒരു ശീലമായി മാറി.
പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്നത്. ആകെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. തന്റെ 8 മാസം 9 മാസത്തിൽ 7-8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട ക്ലെയിം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ, അത് ആ വഞ്ചി തിരുനക്കരെ തന്നെ നിൽക്കുകയാണ്. കേവലം 24 മണിക്കൂറിനുള്ളിൽ തനിക്ക് അധികാരം കിട്ടിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിച്ചു കൊള്ളാം, താൻ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന് സ്വീകാര്യമാണ് എന്ന രീതിയിലുള്ള ട്രംപിന്റെ വർത്തമാനം അത് വമ്പ് പറച്ചിൽ മാത്രമായിരുന്നു എന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ് എന്ന് 42 പ്രാവശ്യമാണ് ട്രംപ് നാളിതുവരെ പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ട്രംപ് ആ വർത്തമാനം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അറിയുകയും ചെയ്യാം. അവിടെ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ഇന്ത്യയുടെ നയമേ ആയിരുന്നില്ല. അതുകൊണ്ട് ട്രംപ് അത് ക്രെഡിറ്റ് എടുക്കുക മാത്രമായിരുന്നു. അതുപോലെ മറ്റ് യുദ്ധങ്ങളിൽ ഒരുപക്ഷെ അമേരിക്ക ആഗോള പോലീസ് എന്ന തങ്ങളുടെ ദൗത്യം വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു നിർണായക റോള് തന്നെ അമേരിക്കയ്ക്കുണ്ട്. അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ ശക്തമായ അറബി പങ്കാളികളും അമേരിക്കയും ചേർന്നുകൊണ്ട് ഒരു ജെനുവിൻ പീസ് പ്രോസസ് തന്നെയാണ് അവിടെ നടത്തിയിട്ടിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് അമേരിക്ക കൊടുക്കാതിരിക്കാനാവില്ല. ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി അത് കൊടുക്കാതിരിക്കാൻ ആവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഡീൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഡീൽ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നല്ലാതെ വെടിവയ്പ് പൂർണ്ണമായി നിർത്തി എന്ന സൂചനകൾ ഒന്നും തന്നെ ഇവിടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പൂർണ്ണമായി അവസാനിച്ചു, ആദ്യ ബന്ദി കൈമാറ്റം ചെയ്യപ്പെട്ടു, ഇസ്രായേൽ സേന പിൻവലിക്കപ്പെട്ടു, പിന്മാറി അല്ലെങ്കിൽ പിന്മാറ്റപ്പെട്ടു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ മാത്രമേ ട്രംപിന്റെ ക്ലെയിംസ് ശരിയാകുന്നുള്ളൂ. നോക്കൂ, നാളെ ഒക്ടോബർ മാസം 10-ാം തീയതി നൊബേൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കുന്നു. അതിൽ എന്തായാലും ഈ ക്രെഡിറ്റ് ട്രംപിന് എടുക്കാൻ പറ്റില്ല. കാരണം അതിന് മുൻപ് തന്നെ പൂർണ്ണമായ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. ഇതൊരു ലോങ് പ്രോസസ് ആയതുകൊണ്ട്. അതുകൊണ്ട് 2025-ലെ സമാധാന നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതിൽ വലിയ കാര്യമില്ല. മറ്റ് യുദ്ധങ്ങൾ തുടരുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രദേശം ഇപ്പോൾ ഇതാ ഒരു എയർഫീൽഡ് വിട്ട്, ബഗ്രാം എയർഫീൽഡ് വിട്ട് കിട്ടണം, അവിടെ തങ്ങൾ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തും എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വരുമ്പോൾ ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും എല്ലാം തന്നെ തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്ന അമേരിക്കയുടേതായി, പ്രത്യേകിച്ച് വ്യാപാര യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കലുഷിതമാക്കി മാറ്റുന്നതുകൊണ്ട് എത്രത്തോളം സമാധാനത്തിന്റെ ദൂതനാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്, ഒരു ഡിബേറ്റബിൾ പോയിന്റ് കൂടിയാണ്. അങ്ങനെ ഒരു സങ്കീർണമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതാ അറബ് ഇസ്രായേലി അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് അറുതി വരുന്നു എന്ന ശുഭോദർക്കമായ സൂചനകൾ വരുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമുക്കൊപ്പം വിശകലനവുമായി ചേർന്നത്. ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ വിശദാംശങ്ങൾ പങ്കുവച്ചു. എന്തായാലും 1-ാം ഘട്ടം പരിപൂർണ വിജയമായിരുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ബന്ദിമോചനം വരും ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുമെന്ന് പറയുന്നുണ്ട്. സമ്പൂർണ്ണമായ വെടിനിർത്തൽ അത് ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിൽ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാകും എന്നുള്ളത്. എന്തായാലും ശുഭകരമായ വാർത്ത തന്നെ ഇനിയും നമ്മളെ തേടി എത്തട്ടെ ഗാസയിൽ നിന്ന് എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിലെത്തി. 8 ദിവസത്തെ സന്ദർശനത്തിനായാണ് മുത്തഖി ഡൽഹിയിലെത്തിയത്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത ശേഷം ഒരു താലിബാൻ നേതാവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, എന്തൊക്കെ തരത്തില് ഏതൊക്കെ മേഖലയിലെ ചർച്ചകളായിരിക്കാം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുക? ആര്യ, ഈ ഇന്ത്യ സന്ദർശനം 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായാണ് ആമിർ ഖാൻ മുത്തഖി ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഊഷ്മളമായ സ്വാഗതമാണ് ഇദ്ദേഹത്തിന് ഏർപ്പെടുത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രത്തലവന്മാർ എത്തുന്നത് പോലെ തന്നെ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. താലിബാന്റെ ഒരു നേതാവ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത് എന്നുള്ള വലിയ പ്രത്യേകത കൂടി നമുക്ക് ഇതിൽ കൂടെ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഏറ്റെടുത്തതിനു ശേഷം, ഭരണം കൈയാളിയതിനു ശേഷം ആദ്യമായാണ് ഒരു വിദേശ പര്യടനം നടത്തുന്നത്. അത് ആദ്യമായി ഇന്ത്യയിലേക്കാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ആമിർ ഖാൻ മുത്തഖി എന്ന് പറയുന്നത്
പറയുന്ന UN സുരക്ഷാ സമിതി തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ മാസം 9 മുതൽ 16 തീയതി വരെ ഇത്തരത്തിൽ ഇളവ് ഏർപ്പെടുത്തി നൽകുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് നമുക്കറിയാം, നേരത്തെ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഉപരോധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ ഔദ്യോഗികമായി ഇത്തരത്തിൽ ഇതുവരെയും താലിബാനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റഷ്യ മാത്രമാണ് ഇതുവരെ താലിബാനെ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇത്തരത്തിൽ റഷ്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ് താലിബാനുമായി ഇന്ത്യ വെച്ചു പുലർത്തി പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യക്ഷ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് ഇടങ്ങളിൽ നയതന്ത്രപരമായിട്ടുള്ള ചില ഇടപെടലുകൾ, ഒപ്പം തന്നെ അതിൽ സുപ്രധാന കരാറിൽ ഏർപ്പെടുക എന്നടക്കമുള്ള ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സന്ദർശനം ഈ ആമിർ ഖാൻ മുത്തഖിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും അതിനെ കരുതലോടുകൂടി തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതിൽ റഷ്യയുടെ കാര്യം പ്രധാനമായും അവർ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരികയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് അഫ്ഗാനിസ്ഥാന്റെ ഭൗമ രാഷ്ട്രീയ ഘടകങ്ങളിൽ നിർണായക സ്ഥാനത്തുള്ള ഒരു അയൽരാജ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ധാതു വിഭവങ്ങളിലുള്ള സാധ്യതകൾ അഫ്ഗാനും കടന്നപ്പുറത്ത് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഒരു ഇടത്താവളമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു റഷ്യ ഇത്രയൊരു നീക്കം നടത്തുകയും ചെയ്ത്. അക്കാര്യങ്ങളും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായി തന്നെ നമുക്കിതിനെ കാണാം. 8 ദിവസത്തെ സന്ദർശന ഇളവിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ മറ്റ് ഉഭയകക്ഷി സഹകരണവുമായും ഉദ്യോഗസ്ഥരുമായും ഉഭയകക്ഷി സഹകരണം, ഒപ്പം തന്നെ വ്യാപാരം, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ, ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ വിപുലമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി മുത്തഖി കൂടിക്കാഴ്ച നടന്നേക്കുമെന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ നടത്തുക. നാളെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെയാണ് ബാഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അത്തരത്തിലുള്ള നിർദ്ദേശം സൈന്യത്തിന് കൈമാറുകയും ചെയ്ത് ആ ഒരു സാഹചര്യത്തിൽ റഷ്യ, ഇന്ത്യ, ഒപ്പം തന്നെ പാകിസ്ഥാൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ഒരു തരത്തിലും ഇക്കാര്യവുമായി മുന്നോട്ട് പോകരുതെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ 1 ഇഞ്ച് ഭൂമിയും വിട്ടു നൽകില്ല എന്ന് നേരത്തെ തന്നെ താലിബാനും വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ആ ബാഗ്രാം വ്യോമത്താവളം പിടിച്ചെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയാകാൻ പോകുന്ന അയൽ രാജ്യങ്ങളായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് തന്നെയാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സന്ദർശനം കൂടിയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കപ്പെടാം. അക്കാര്യങ്ങളും സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളും മുത്തഖിയുമായി എസ് ജയശങ്കർ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മിഥുൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതിനിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. ഇന്നാണ് പ്രധാനമന്ത്രി മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. ഇന്ത്യ UK വിഷൻ 2035 സമഗ്ര പങ്കാളിത്തം അടക്കം ഉള്ള വിഷയങ്ങളിലാണ് മോദിയുമായി സ്റ്റാർമർ ഇന്ന് കൂടിക്കാഴ്ചയിൽ സംസാരിക്കുക. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്നലെ മുംബൈയിലെത്തിയ സ്റ്റാർമർ. അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണമൊക്കെ നൽകിയിരുന്നു. സ്റ്റാർമറുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷമുള്ള. ജൂലൈയിൽ മോദി നടത്തിയ UK സന്ദർശനത്തിന് തുടർച്ചയായാണ് സ്റ്റാർമർ ഇന്ത്യയിലെത്തിയത്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഷൻ 2035. നമുക്കറിയാം, ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UKയിലേക്ക് എത്തിയതിനു ശേഷം നിർണായകമായ വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു, ഒപ്പുവെച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി തുടർ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ സ്റ്റാർമർ എത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും കടക്കുക, അല്ലേ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK സന്ദർശന വേളയിൽ ഇന്ത്യ UKയും തമ്മിലുള്ള സുപ്രധാന വ്യാപാര കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചും UK സംബന്ധിച്ചും വളരെ പ്രാധാന്യം നൽകുന്ന ചില കരാറുകൾ തന്നെയായിരുന്നു. അതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് കൂടി കടക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, 99% സാധനങ്ങൾക്ക് കയറ്റുമതി, ഇന്ത്യയിൽ നിന്ന് UKയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ ഈടാക്കില്ല എന്നുള്ളതായിരുന്നു
ആ കരാറിന്റെ വ്യവസ്ഥ. 90% UK യിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 90% തീരുവ ഏർപ്പെടുത്തില്ല എന്നുള്ളതായിരുന്നു UK സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. അതിൽ ചില കാര്യങ്ങൾ കൂടി ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് തന്നെ ഇരു രാഷ്ട്ര തലവന്മാരും ഈ പ്രധാനമന്ത്രിമാരും വ്യക്തമാക്കുകയും ചെയ്തത്. അതിലാണ് ഇന്ന് ചർച്ച നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഒപ്പം തന്നെ നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ 10 വർഷം സമയബന്ധിതമായി നടപ്പാക്കേണ്ട പദ്ധതികൾ അടങ്ങിയതാണ് ഈ വിഷൻ 2035 എന്ന് പറയുന്നത്. അതിലാണ് രാവിലെ 10 മണിക്ക് മുംബൈ ജിയോ വേൾഡ് സെന്ററിൽ നടക്കുന്ന സിഒ ഫോറത്തിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ, ഒപ്പം തന്നെ വ്യവസായ പ്രമുഖരുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഉച്ചയ്ക്ക് 2:45 ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ ഇരുവരും മുഖ്യ പ്രഭാഷണം നടത്തുമെന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി സർവ്വ മേഖലകളിലും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യും. വിഷൻ 2035 പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ച എന്നുകൂടി നമുക്കിതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും സമഗ്രമായ പങ്കാളിത്തത്തോടുകൂടി ഒരു സുപ്രധാന കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ഏർപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു ആദ്യഘട്ട പടി എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ രണ്ട് പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ നമുക്ക് വിലയിരുത്തപ്പെടാം. എന്തായാലും ഉച്ചയ്ക്ക് 2:45 മുഖ്യ പ്രഭാഷണം ഇരു പ്രധാനമന്ത്രിമാർ നടത്തുക എന്നുള്ളതാണ്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി കെയർ സ്റ്റാമർ കൂടിക്കാഴ്ച നടത്തുക. MJ മിഥുനാണ് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ബീഹാറിൽ NDAക്ക് കീറാമുട്ടിയായി സീറ്റ് വിഭജന ചർച്ച. 15 സീറ്റെങ്കിലും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജിതൻ റാം മാഞ്ചി. നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് BJP വ്യക്തമാക്കിയെങ്കിലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറായിട്ടില്ല. ER രാഗേഷ് ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ER, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കലിൽ എത്തി നിൽക്കുമ്പോഴും സീറ്റ് വിഭജനത്തിൽ പോലും ഒരു ധാരണയിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുന്നില്ലേ? അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കടക്കം കടക്കാൻ കോൺഗ്രസിനും സാധിക്കുന്നില്ലേ? ER രാഗേഷിലേക്ക് അല്പസമയത്തിനകം നമുക്ക് എത്താം. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും NDAക്ക് കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ സീറ്റ് വിഭജന ചർച്ച എന്നതാണ്. BJPക്ക് വല്ലാതെ തലവേദനയാകുന്നുണ്ട് വിഷയം. 15 സീറ്റെങ്കിലും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജിതൻ റാം മാഞ്ചി. നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് BJP വ്യക്തമാക്കിയെങ്കിലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യവും തയ്യാറായിട്ടില്ല എന്നതാണ് സാഹചര്യം. ER, തുടരാം. ആര്യ, ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ പോലും പല ചെറുകക്ഷികളും രണ്ട് മുന്നണികൾക്കും തലവേദനയുണ്ടാക്കുന്നുണ്ട്. NDAയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച അവർ 40 സീറ്റുകളാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ 15 സീറ്റുകളും എങ്കിലും വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാഞ്ചി. ഇന്നലെ ബീഹാറിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാഞ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലും തന്റെ നിലപാട് മാഞ്ചി ആവർത്തിക്കുകയും ചെയ്തു. മാത്രവുമല്ല 15 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലേക്ക് മാഞ്ചി മാറുകയാണ്. മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചപ്പോൾ ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതായത് ചുരുങ്ങിയത് 15 സീറ്റുകൾ നൽകുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 8 സീറ്റുകളെങ്കിലും ജയിക്കാൻ പാർട്ടിക്ക് കഴിയും. മാത്രവുമല്ല ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളിൽ മത്സരിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. 15 സീറ്റുകൾ നൽകാത്ത പക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, പകരം NDA തന്നെ പിന്തുണയ്ക്കുമെന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ മാഞ്ചി കടക്കുകയാണ്. മാത്രവുമല്ല ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വരികൾ കുറിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രശസ്ത ഹിന്ദി കവിയായ ദിനകർ യുദ്ധകാവ്യമായ രശ്മി രഥി അതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് യുദ്ധകാവ്യമാണത്. അതിൽ മഹാഭാരതത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിലെ വരികൾ ചിലത് മാറ്റിക്കൊണ്ടാണ് മാഞ്ചി ഇത്തരത്തിൽ തന്റെ നിലപാട് കടുപ്പിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ചിരാഗ് പാസ്വാനും സമാനമായ നിലപാടുണ്ട്. ചിരാഗും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല യുവ മുഖ്യമന്ത്രി എന്ന നിലപാടിലേക്കൊക്കെ തന്നെ ചിരാഗ് പാസ്വാൻ ചില പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് കക്ഷികളെ സംബന്ധിച്ച കാര്യത്തിൽ NDAക്ക് തലവേദനയുണ്ട്. അവരുടെ നിലപാടുകൾ നിർണായകമാവുകയും ചെയ്തു. ഏതായാലും ജിതൻ റാം മാഞ്ചി കടുത്ത നിലപാടിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഗിരിരാജ് സിംഗ് ഇന്നലെ BJP നേതാവ് ഗിരിരാജ് സിംഗ് ഇന്നലെ പരസ്യമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ
ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അതല്ല കാര്യം. പ്രത്യേകിച്ച് തേജസ്വി യാദവ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത്. കാരണം ബീഹാറിൽ ഇന്ത്യ സഖ്യം നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ പാർട്ടി RJD ആണ്. പക്ഷേ അത്തരത്തിൽ തേജസ്വി യാദവ് ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഉദിത് രാജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് തേജസ്വി യാദവ് RJDയുടെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും, അല്ലാതെ അത് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരമൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അത് കൂട്ടായ തീരുമാനം വേണം എന്നൊരു പ്രതികരണം ഉദിത് രാജ് അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPIMLന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടി CPIML ആണ്. 19 സീറ്റുകൾ അവർക്ക് നൽകി. അവർ 12 സീറ്റുകളിൽ വിജയിച്ചു. പക്ഷേ ഇത്തവണ അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 സീറ്റെങ്കിലും വേണം എന്ന നിലപാടാണ് CPIMLനുള്ളത്. ഏതായാലും പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന പ്രഖ്യാപനം പോലും ഇപ്പോൾ ചില നേതാക്കളുടെയും CPIMLന്റെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലും ഇപ്പോൾ ചർച്ചകൾ കടന്നിട്ടില്ല, പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. ഏതായാലും RJD നേതാക്കൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ ആവർത്തിക്കുന്നുണ്ട്. പകരം 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. അത് കോൺഗ്രസ് അടക്കം മറ്റു പാർട്ടികൾക്ക് നൽകുമെന്നാണ്. അപ്പോൾ പോലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് RJDയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതുവരെ തേജസ്വിയുടെ കാര്യത്തിൽ കടന്നിട്ടുമില്ല. ആര്യ. യെസ്, രാഗേഷാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ അറസ്റ്റിൽ. ചെന്നൈയിൽ നിന്നാണ് മധ്യപ്രദേശ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടരുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഈ ഉടമയെ അറസ്റ്റ് ചെയ്യാനായിട്ടുണ്ടല്ലേ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതെ, അറസ്റ്റിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസാണ് ചെന്നൈയിൽ നിന്ന് ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇയാൾക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഊർജിതമാക്കിയിരുന്നു മധ്യപ്രദേശ് പോലീസ്. ഏതായാലും ചെന്നൈയിലെ ഇയാളുടെ വസതിയിൽ നിന്ന് ഇന്ന് കാലത്താണ്, പുലർച്ചെയാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം നേരത്തെ തന്നെ ഈ കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചത് ഈ ചുമമരുന്നാണ്, നിലവാരമില്ലാത്ത ചുമമരുന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കായുള്ള തെരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, മനഃപൂർവ്വമായ നരഹത്യ, ഗുണനിലവാരമില്ലാത്ത മരുന്നുപയോഗം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഈ രംഗനാഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് തമിഴ്നാട്ടിലെത്തുകയും ചെന്നൈയിൽ നിന്ന് ഇയാളുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. സ്വാഭാവികമായും ഇനി ട്രാൻസിറ്റ് വാറന്റ് അടക്കം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇനി ഇയാളെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകും. തുടർ ചോദ്യം ചെയ്യൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രവീൺ സോണി എന്ന ഡോക്ടറുടെ അടുത്തേക്കാണ് ആദ്യം 6 വയസ്സുകാരുമായുള്ള കുഞ്ഞുമായി ആദ്യം ഒരു രക്ഷിതാവ് എത്തുന്നത്. തുടർന്ന് അതുൾപ്പെടെ ഏതാണ്ട് 20-ലധികം മരണം കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ ഈ ചുമമരുന്ന് കഴിച്ച് കോൾഡ്രിഫ് കഴിച്ചതിനെ തുടർന്ന് സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഈ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാർ നടത്തിയ അന്വേഷണം തന്നെയാണ് ഈ ചുമമരുന്നാണ് ഈ മരണങ്ങൾക്കെല്ലാം കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാരണം ഏതാണ്ട് 350 മാനദണ്ഡങ്ങൾ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ലംഘിച്ചു എന്നാണ് തമിഴ്നാട് ആരോഗ്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ ഏതായാലും കടക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം മരുന്ന് നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകളോ എല്ലാം തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ ഫാർമസ്യൂട്ടിക്കലിന്റെ പ്രവർത്തനം എന്നതടക്കം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഏതായാലും തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും കടന്നേക്കാം. അതിന് ഇയാളെ രംഗനാഥനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് കാലത്ത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. 18ഓളം കുഞ്ഞുങ്ങളാണ് ഈ വിഷമയം അടങ്ങിയ കോൾഡ്രിഫ് എന്ന ചുമമരുന്ന് കഴിച്ച് മരിക്കാനിടയായത്. 4ഓളം കുട്ടികൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നൊരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ മരുന്ന് നിർമ്മിച്ച കമ്പനി ഉടമ, ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നാണ് മധ്യപ്രദേശ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ. ഇന്ന് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി നാളെ മോദിയുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിമാരായ KN ബാലഗോപാലും മുഹമ്മദ് റിയാസും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം, കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനർനിർമ്മാണത്തിന് ഒക്ടോബർ 1-ന് പ്രഖ്യാപിച്ച കേന്ദ്ര സഹായം പര്യാപ്തമല്ലെന്ന് കേരളം കേന്ദ്രത്തെ അറിയിക്കും.
അപ്പോൾ നമ്മൾ ഇനി ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. തിരികെ വാർത്തകളിലേക്ക്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം. ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും. കോഴിക്കോട് ജില്ലയിൽ അത്യാഹിത വിഭാഗങ്ങൾ മാത്രം പ്രവർത്തിക്കും. പരുക്കേറ്റ ഡോക്ടർ PT വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഡോക്ടറെ ആക്രമിച്ച പ്രതി സനൂപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സനൂപിനെതിരെ വധശ്രമത്തിനും അതിക്രമിച്ചു കയറി ആക്രമിക്കൽ, ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ എന്നീ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ അന്വേഷണ സംഘം ഉടൻ യോഗം ചേരും. പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന നടത്തിയ ശേഷം ദുൽഖർ സൽമാൻ അടക്കമുള്ള വാഹന ഉടമകൾക്ക് സമൻസ് അയക്കും. റെയ്ഡിൽ വാഹന ഇടപാടുകളുടെ നിർണായക രേഖകൾ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. വാഹന ഉടമകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഉൾപ്പെട്ടവർ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കടത്തിയെത്തിച്ച വാഹനങ്ങളുടെ ഉടമകളിൽ പലരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമല്ലെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. വാഹനക്കടത്തിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് ED. ഫെമ ലംഘനം കണ്ടെത്തിയ വാഹനക്കടത്തിൽ വൈകാതെ ED ECIR രജിസ്റ്റർ ചെയ്യും. ഇതിനൊപ്പം ആദായനികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായിരുന്നു EDയുടെ റെയ്ഡ്. ബോഡി ഷേമിംഗ് നടത്തി അധിക്ഷേപിച്ചത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തെയാണെന്ന് ആരോപിച്ച് പെരിന്തൽമണ്ണയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പ്രകടനം. പിണറായി വിജയനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പ്രതിപക്ഷ MLAക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബോഡി ഷേമിംഗ് പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി ആരെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തെയാണ് അധിക്ഷേപിച്ചത് എന്ന തരത്തിലാണ് ഉയരുന്ന വിമർശനങ്ങൾ. നജീബ് കാന്തപുരം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അരോഗദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭ എന്നും പുതുതായി നിയമസഭയിലേക്ക് എടുക്കേണ്ടവരുടെ അളവ് കൂടി ഇനി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നജീബ് കാന്തപുരത്തിന്റെ മണ്ഡലമായ പെരിന്തൽമണ്ണയിലും ശക്തമായ പ്രതിഷേധമാണ് പരാമർശത്തിനെതിരെ ഉയരുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകർ രാത്രി പെരിന്തൽമണ്ണയിൽ പ്രകടനം നടത്തി. റോഡ് ഉപരോധിച്ച് കുത്തിയിരുന്ന പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ MLA പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബോഡി ഷെയിം നടത്തിയിട്ടുണ്ട്. പിണറായി വിജയനും പെരിന്തൽമണ്ണയിലെ ഈ സംസ്ഥാനത്തെ ഈ ഇന്ത്യയിലെ എല്ലാവരും ഓരോ പൗരന്മാരാണ്. ഇവിടെ പൗരബോധമുള്ളൊരു സമൂഹമാണ് നമ്മളൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. നിയമനിർമ്മാണം നടക്കുന്ന ഒരു സഭയിൽ തന്നെ അവിടുത്തെ ഒരു മെമ്പറെ ബോഡി ഷെയിം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. അതുകൊണ്ട് നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഒരു പൗരന്റെ അവകാശം സംരക്ഷിക്കുന്നതിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട MLAയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിഷയം ശക്തമായി ഉയർത്തി പ്രതിഷേധിക്കാനാണ് UDFന്റെ നീക്കം. ന്യൂസ് 18 മലപ്പുറം. KT ജലീൽ MLA സർവീസ് ബുക്ക് തിരുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ്. തിരൂരങ്ങാടി PSMO കോളേജിലെ സർവീസ് കാലയളവിലെ സർവീസ് ബുക്കിലാണ് തിരുത്തലിന് ശ്രമം. എന്നാൽ ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് KT ജലീലിന്റെ മറുപടി. KT ജലീലിന്റെ അപേക്ഷ പരിഗണിച്ച് സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടികൾ തുടരുകയാണ്. തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായിരുന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ 2021 മാർച്ച് 13 രാജിവെച്ചത്. 2024 ഓഗസ്റ്റ് 13 PFലെ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൗണ്ട് ക്ലോസ് ചെയ്തു. പെൻഷൻ കിട്ടാനായി അന്നത്തെ രാജിയെ വിടുതലാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റ് 14 ജലീൽ നൽകിയ കത്തിന്റെ വിവരാവകാശ പകർപ്പും യൂത്ത് ലീഗ് പുറത്തുവിട്ടു. ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ജലീൽ സർവീസ് ബുക്ക് തിരുത്തുന്നു എന്നും തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് ആരോപിക്കുന്നു. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന 2021 മാർച്ച് 12 തിരൂരങ്ങാടി PSMOയിലെത്തി അവിടെ നടത്തിയിരുന്ന അധ്യാപനം വേണ്ടെന്ന് വെച്ച് രാജിക്കത്ത് നൽകിയിട്ട് പോയതാണ്.
ആ രാജിവെച്ചതോടുകൂടി അതിൻ്റെ ശേഷം 2024 അദ്ദേഹം അവിടുന്ന് കിട്ടാനുള്ള അലവൻസുകളും PF അടക്കമുള്ള എല്ലാ സംഗതികളും ഏകദേശം 7-7.5 ലക്ഷത്തോളം രൂപ വാങ്ങി ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം 2025 പെൻഷൻ വേണം എന്നും പറഞ്ഞിട്ട് ഈ രാജിവെച്ചു എന്നുള്ളത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല. ഇതിൽ KT ജലീലിന്റെ വിശദീകരണം ഇങ്ങനെ: 2021 മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന ഹൈക്കോടതി വിധി വന്നത്. വോളണ്ടറി റിട്ടയർമെന്റ് വേണമെങ്കിൽ 3 മാസം മുൻപ് അപേക്ഷിക്കണമെന്നിരിക്കെ അത് സാധ്യമായിരുന്നില്ല. നോമിനേഷൻ സ്വീകരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിക്കത്ത് മാനേജർക്ക് കൈമാറി. നോമിനേഷൻ സമർപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ താൻ നൽകിയ രാജി ടെക്നിക്കൽ രാജിയായി പരിഗണിക്കണമെന്നും കോളേജിൽ ജോലി ചെയ്ത 12 വർഷത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മാനേജർക്ക് അപേക്ഷ നൽകി. അനുകൂല ശുപാർശയോടെ മാനേജർ അപേക്ഷ സർക്കാരിനും കൈമാറി. സർക്കാരിന് അനുകൂല നിയമോപദേശം കിട്ടിയതിനെ തുടർന്ന് നടപടികൾ തുടരുകയാണ്. അനർഹമായ ഒന്നും നേടാൻ ശ്രമിക്കുന്നില്ലെന്നും ജലീൽ വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിലെ ചേന്ദമംഗലൂരിൽ വെൽഫെയർ പാർട്ടിക്കൊപ്പം മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ UDF. മുന്നണിയുടെ പ്രാദേശിക യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വെൽഫെയർ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഡിവിഷനുകളിൽ അവരുടെ സഹായമില്ലാതെ മത്സരിക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. മുക്കം നഗരസഭയിലെ ചേന്ദമംഗലൂരിൽ നിർണായക രാഷ്ട്രീയ നീക്കവുമായി UDF പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചേന്ദമംഗലൂരിലാണ് UDF വെൽഫെയർ പാർട്ടിയെ കൈയൊഴിയുന്നത്. നിലവിൽ മുക്കം നഗരസഭയിൽ UDFന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ UDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ സഖ്യം UDFന് പ്രാദേശിക ജില്ലാ സംസ്ഥാന തലത്തിലും നഷ്ടം മാത്രമാണ് ഉണ്ടാക്കിയതെന്നും മുന്നണിയുടെ മതേതര മുഖച്ഛായ നഷ്ടപ്പെടുന്നുവെന്നും പ്രാദേശിക യോഗത്തിൽ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. വെൽഫെയർ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള 18, 19, 20, 21 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കരുത്ത് UDFനുണ്ടെന്നും പരാജയപ്പെട്ടാലും തീവ്ര മതവാദത്തെ കൂട്ടുപിടിക്കാതെ ഇരിക്കലാണ് നല്ലതെന്നും യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നു. മൊത്തത്തിൽ 2 അഭിപ്രായങ്ങൾ വന്നിട്ട്, ഒന്ന് അവരുമായിട്ട് ചെറിയ ധാരണ ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ തീരെ ഉണ്ടാക്കേണ്ട എന്ന് 2 ധാരണ ഉണ്ട്. അത് കൂട്ടമായിട്ട് ചർച്ച ചെയ്തിട്ട് കൂടുതലാക്കിയിട്ട് ബാക്കി മേൽക്കമ്മിറ്റിയൊക്കെ ആയിട്ട് ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാമെന്നാണ് തീരുമാനിച്ചത്. മൊത്തം ഒരു കട്ടൻഡറായിട്ടുള്ള തീരുമാനം ഇതുവരെ ആ ഭാഗത്ത് വെൽഫെയറുമായിട്ട് സഹകരിക്കണമെന്നും സഹകരിക്കേണ്ട എന്നുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായിട്ട് 2 അഭിപ്രായങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം സംസ്ഥാന UDFന്റെ സഖ്യകക്ഷി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയെ അവരുടെ ആസ്ഥാനത്ത് പിന്തുണയ്ക്കില്ല എന്ന UDF പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായത്തോട് ജില്ലാ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കണ്ണൂർ സ്ക്വാഡ് സിനിമ എല്ലാ പ്രേക്ഷകർക്കും ഓർമ്മയില്ലേ? നമ്മളെയൊക്കെ ഒരുപാട് ത്രില്ലടിപ്പിച്ചൊരു ചിത്രമായിരുന്നു. എന്നാൽ ഈ കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ കഥയെ വെല്ലുന്നൊരു റിയാലിറ്റി നടന്നു ഷൊർണൂരിൽ. ഈ റിയാലിറ്റി നടപടിയുമായി നീങ്ങിയത് ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡാണ്. ഒരു മോഷണ മുതലുമായി രക്ഷപ്പെട്ട പ്രതിയെ തേടി വെസ്റ്റ് ബംഗാളിലാണ് ഷൊർണൂർ ക്രൈം സ്ക്വാഡ് എത്തിയത്. അവിടെ നിന്ന് പ്രതിയെ കൈയോടെ പൊക്കുകയും ചെയ്തു. വെസ്റ്റ് ബംഗാളിലെ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ഉടൻ ഇനി നാട്ടിലെത്തിക്കും. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ മലയാളിയെ രോമാഞ്ചം കൊള്ളിച്ചെങ്കിൽ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം നടപ്പാക്കി സേനയ്ക്കും നാടിനും അഭിമാനമാവുകയാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പൂരിൽ നടന്ന കളവിന് ശേഷം സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ SK ജിയാവുളിനെ വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി ജില്ലാ പോലീസ് പരിധിയായ സിംഗൂരിൽ നിന്ന് കൈയോടെ പിടികൂടുകയായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DOSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്നായിരുന്നു ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത്. തന്നെ തേടി ഇത്ര ദൂരം പോലീസ് എത്തുകയില്ലെന്ന് കരുതിയ പ്രതിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കേരള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയത്. കടമ്പൂർ ഭാഗത്ത് സ്വർണ്ണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവുമായും സ്ഥാപനവുമായുമുള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത്. ഒറ്റപ്പാലം CI അജീഷ്, SI M സുഭാഷ്, ക്രൈം സ്ക്വാഡ് ASI P അബ്ദുൾ റഷീദ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സജിത്ത്, മിജേഷ്, ജയരാജ്, അർഷാദ്, സുനിൽ, നൌഷാദ് ഖാൻ, റിയാസ്, സജിത്ത് എന്നിവരുൾപ്പെട്ട പോലീസ് ടീമാണ്
പ്രതിയെ പിടികൂടിയത്. ഈ മാസത്തിൽ തന്നെ നടന്ന പട്ടാമ്പി ആരാധന ജ്വല്ലറി കവർച്ചാ പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി അഭിനന്ദനങ്ങൾ നേടിയതിന് പുറകെയാണിപ്പോൾ ഷൊർണൂർ ക്രൈം സ്ക്വാഡ് സേനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി നേടാനായത്. വെസ്റ്റ് ബംഗാളിലെ കോടതി നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം പ്രതിയെ നാട്ടിലെത്തിക്കും. ന്യൂസ് 18 പാലക്കാട്. വിഴിഞ്ഞത്ത് കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. വെസ്റ്റ് ബംഗാൾ മാൾഡ ബോലേച്ചക് സ്വദേശി ബുള്ളറ്റ് മണ്ഡലിനെയാണ് നെയ്യാറ്റിൻകര എക്സൈസ് സംഘം പിടികൂടിയത്. പ്രതിയിൽ നിന്നും 7 ഗ്രാം ബ്രൗൺ ഷുഗറും 19.17 ഗ്രാം കഞ്ചാവും 7 മൊബൈൽ ഫോണുകളും പിടികൂടി. വിഴിഞ്ഞം തിയേറ്റർ ജംഗ്ഷനിൽ വെച്ച് എക്സൈസ് സംഘം പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നു. അടുക്കളയിൽ പാചകം ചെയ്തു നിന്ന വീട്ടമ്മയുടെ 2 കൈവിരലുകളും തെരുവുനായ കടിച്ചുപറിച്ചു. കരിപ്ര ഗുരുനാഥൻ മുകളിൽ വഴിയാത്രക്കാരന്റെ ചുണ്ട് കടിച്ചുപറിച്ച തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വീടിനുള്ളിൽ കടന്നുകയറിയ തെരുവുനായ വീട്ടമ്മയെ ആക്രമിച്ച സംഭവം ഭീതിയുണ്ടാക്കി. അമ്പലപ്പുറം സ്വദേശി സാലി ജോൺസണെയാണ് നായ കടിച്ചത്. അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. 2 കൈകളിലും കാൽമുട്ടിലും കടിയേറ്റു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ആക്രമണം. അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറിയ നായ സാലിയെ കടിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ കഥ ഇങ്ങനെ അടഞ്ഞിരുന്ന് വേസ്റ്റ് എടുത്ത് അങ്ങോട്ട് കളയാൻ നേരത്തെ അകത്തോട്ട് ചാടി കയറി വന്ന് നേരെ അങ്ങ് ഹാളിലോട്ട് അങ്ങ് ഓടി. പുള്ളി കസര എടുത്ത് അടിക്കാൻ ഇങ്ങനെ വീണ്ടും തിരിഞ്ഞു വന്ന് എന്നെ കണ്ടോണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ അങ്ങ് അടിച്ചു. ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഭർത്താവ് ജോൺസൺ ഓടിയെത്തിയെങ്കിലും നായ ഇതിനകം ഓടി രക്ഷപ്പെട്ടിരുന്നു. പരിക്കേറ്റ സാലിയെ ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കരിപ്ര ഇടക്കിടത്ത് വെച്ച് ശിവാനന്ദനെ തെരുവുനായ ആക്രമിച്ചു. ചുണ്ടിനും മുഖത്തും കടിയേറ്റ ശിവാനന്ദനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം വാർത്തകളിലേക്ക് മടങ്ങി വരാം. കാസർഗോഡ് ചെറുവത്തൂർ കൈതക്കാട് പള്ളി കമ്മിറ്റിക്ക് വേണ്ടി വയൽ നികത്തിയ കേസിൽ അകപ്പെട്ട് JCB ഉടമ തങ്കരാജന് ഇനി ആശ്വസിക്കാം. മഹല്ല് നിവാസികൾ ഒത്തൊരുമിച്ചപ്പോൾ വീണ്ടെടുക്കാനായത് JCB മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ജീവിതം കൂടിയാണ്. 2 വർഷം മുൻപ് പടന്ന ഗണേഷ് മുഖ് നസ്രുത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളി ഖബർസ്ഥാന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യവെയാണ് തങ്കരാജ് കേസിലകപ്പെടുന്നത്. ചന്തേര പോലീസ് പിടിച്ചെടുത്ത തങ്കരാജിന്റെ JCBക്ക് ജില്ലാ കളക്ടർ 44 ലക്ഷം പിഴ ചുമത്തിയതോടെ 2 മക്കളും ഭാര്യയും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബത്തിന് ജീവിതം വഴിമുട്ടിയ നിലയിലായി. JCBയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങി ജപ്തി ഭീഷണി വന്നു. തങ്കരാജിന്റെ ജീവിത ദുരിതം മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റി സഹായ വാഗ്ദാനം നൽകിയെങ്കിലും നിറവേറ്റാനായില്ല. തുടർന്നാണ് മഹല്ല് നിവാസികൾ ഒന്നായി പ്രശ്നത്തിൽ ഇടപെട്ടത്. നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിക്ക് കീഴിലെ യുവാക്കളുടെ നിർലോഭ സഹകരണം തങ്കരാജിന്റെ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള വഴി തുറന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഭീമമായ സംഖ്യ അടച്ചത് ഈ മഹലിലെ ഉദാരമതികളായിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകളടക്കം മുന്നോട്ട് വന്നതിൻ്റെ പേരിലാണ്. ഒരു JCB ഒരു പണിക്ക് വേണ്ടി വിളിച്ചതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റി ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു ബാധ്യതയാണ് സാധാരണ പള്ളി ഉസ്താദുമാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മദ്രസാധ്യാപകന്മാർക്കും വരിസംഖ്യ പിരിച്ചുകൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒരു പള്ളി കമ്മിറ്റിയാണ് ഈ ഒരു വണ്ടി പണിക്ക് വിളിച്ചതിൻ്റെ പേരിൽ 10 ലക്ഷം രൂപയോളം ചെലവഴിക്കേണ്ടി വന്നത്. ഇനി ചെലവ് അവസാനിച്ചിട്ടില്ല. ഇനി കേസുമായി ബന്ധപ്പെട്ടുള്ള ചെലവിട്ട്. പക്ഷെ ഒരാശ്വാസം എന്ന് പറയുന്നത് ഇത്രയും നാൾ 2 വർഷക്കാലം സ്വന്തമായിട്ട് വണ്ടിയില്ലാതെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന തങ്കരാജിന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ 2 പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ സ്വത്ത് ജാമ്യത്തിൽ JCB വിട്ടുകൊടുത്തിരുന്നു. 2 വർഷമായി ഉപയോഗിക്കാതിരുന്ന JCB പ്രവർത്തനക്ഷമമാക്കാനും വായ്പ തിരിച്ചടവിനുമായി 10 ലക്ഷത്തോളം രൂപയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് ചെലവഴിച്ചത്. പ്രവർത്തനക്ഷമമാക്കിയ JCBയുടെ താക്കോൽ കഴിഞ്ഞ ദിവസം പള്ളി പരിസരത്ത് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം തങ്കരാജിന് കൈമാറി. ന്യൂസ് 18 ചെറുവത്തൂർ.
ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരത്തിനായി ലഭിച്ച പുസ്തകങ്ങളുടെ പൂജ നടന്നു. കൊല്ലം പുനലൂർ ഐക്കരക്കോണം ലൈബ്രറിയിലായിരുന്നു ചടങ്ങ്. അവാർഡിനായി സമർപ്പിച്ച പുസ്തകങ്ങൾ പൂജിക്കുന്നത് ഇത് ആദ്യമായാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളുടെ രചനകളാണ് ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തിയത്. ലൈബ്രറി ലഭിച്ച പുസ്തകങ്ങൾ ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ ഐക്കരക്കോണം പൂങ്ങോട് ശിവക്ഷേത്ര മേൽശാന്തി ശ്രീജിത്ത് തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജിച്ചു. മറ്റ് അവാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി അവാർഡിനായി സമർപ്പിച്ച പുസ്തകങ്ങൾ പൂജിക്കുന്നത് ഇതാദ്യമായാണ്. കേരളത്തിന് അകത്തും പുറത്തും നിന്ന് ഏകദേശം 700ഓളം പുസ്തകങ്ങൾ വന്നതായിട്ട് ശ്രീ അരുൺ ഇവിടെ സൂചിപ്പിച്ചു. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഏരീസിൻ്റെ ഉദ്യോഗസ്ഥരും ഞങ്ങളിവിടെ ചേർന്നത് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്തതിൻ്റെ പൂജകൾ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഈ പുസ്തകങ്ങൾ അവാർഡ് നിർണയ സമിതിക്ക് കൊടുത്തതിന് ശേഷം ഈ പുസ്തകങ്ങൾ മുഴുവനും ഐക്കരക്കോണം ലൈബ്രറിക്ക് സംഭാവനയായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻകാലങ്ങളിലും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും ഷെൽഫുകളും ഒക്കെ നമുക്ക് സംഭാവന ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെ ഗ്രന്ഥശാല മികച്ച ഗ്രന്ഥശാലയാക്കണം എന്നുള്ള ആ മനസ്സിൻ്റെ ആ ചിന്തയുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ മുഴുവനും ഇവിടെ കളക്ട് ചെയ്യാനുള്ള അവസരം നൽകിയത്. സൃഷ്ടികളെല്ലാം ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക ശേഖരണത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. 5 വർഷങ്ങൾക്ക് മുൻപ് 2020 ഇന്ത്യവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം നൽകാൻ ആരംഭിച്ചത്. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരത്തിന് അർഹരാകുന്നവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പുരസ്കാര തുക 5,01,000 രൂപയാണ്. ഭാഷാ കേസരി പുരസ്കാരം ഒഴിച്ചുള്ള സമ്മാനങ്ങളെല്ലാം തന്നെ ഇത്തവണ 35 വയസ്സിന് താഴെയുള്ള പ്രതിഭകൾക്ക് നൽകാനാണ് സംഘാടക സമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. മഹാകവി പിയുടെ വഴിയെ യാത്ര ചെയ്യുകയാണ് മക്കളും നാട്ടുകാരും. പി കുഞ്ഞിരാമൻ നായർ സഞ്ചരിച്ചതും താമസിച്ചതും കവിതകൾ എഴുതിയതുമായ ഇടങ്ങൾ തേടി ജന്മനാട്ടിൽ നിന്നും ഇറങ്ങിയ പിൻതലമുറയാണ് പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയത്. കവി പി കുഞ്ഞിരാമൻ നായർ സഞ്ചരിച്ച പാതകളിലൂടെയാണ് യാത്ര. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യാത്രയ്ക്ക് തുടക്കമായത്. കവിയുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് യാത്ര തുടങ്ങിയത്. ജന്മനാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര പുന്നശ്ശേരിയുടെ കലാലയത്തിലുമെത്തി. മഹാകവി കുഞ്ഞിരാമൻ നായരുമായി ആത്മബന്ധമുള്ള ഗുരുനാഥൻ പുന്നശ്ശേരി നമ്പിയുടെ സ്മരണകളുറങ്ങുന്ന പെരുമുടിയൂർ ഹൈസ്കൂൾ, ഈഹാപുരേശ്വരി ക്ഷേത്രം, പട്ടാമ്പി കോളേജ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. 90 പിന്നിട്ട കവിയുടെ മകൾ ലീലയും കാഞ്ഞങ്ങാട് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ മകൻ രവീന്ദ്രൻ നായരും കൊച്ചുമകൾ ജയശ്രീ, അരുൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പട്ടാമ്പിയിലെത്തിയത്. പ്രായത്തിൽ ഞാൻ വന്ന് ഈ സ്ഥലമെല്ലാം കണ്ട്, അച്ഛനുണ്ടായ സ്ഥലമെല്ലാം കണ്ട് കാണാനുള്ളൊരു ശക്തി എനിക്ക് തന്നത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ഇവരുടെ ആൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ ജോലി സ്ഥലത്ത് തന്നെ, ഞാൻ മലപ്പുറം പൊന്മളയിലുണ്ടായത്. അവിടുന്ന് അച്ഛൻ രവീനെ പറഞ്ഞു വെച്ച് എന്നെ കൊണ്ടുവന്നു. ഇനി അമ്മയുടെ അടുത്ത് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടാളി സ്കൂളിൽ ഒരു 3 മാസം വെറുതെ 3 മാസം വീട്ടിൽ ഇരുന്നതിന് ശേഷം കൂടാളി സ്കൂളിലേക്ക് ലീവിൽ പൊന്മുള പോയി. പൊന്മുള ഒരുപാട് കവിയുടെ കാൽപ്പാടുകൾ വർണ്ണനയുണ്ട്. അതൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടാമ്പി വന്നിരിക്കുക. പട്ടാമ്പിയാണ് കവിയുടെ ശരിക്കുള്ള നാട് എന്ന് പറയുന്നത് പട്ടാമ്പിയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് പട്ടാമ്പിയാണ്. ഞങ്ങൾ പോയ സ്ഥലങ്ങൾ അതൊക്കെ തന്നെ പിയുടെ ജീവചരിത്രവും അതോടൊപ്പം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ കാവ്യചരിത്രവും കൂടിയാണ്. ഈ 2 അർത്ഥത്തിലും ഇപ്പോൾ പുന്നശ്ശേരി നമ്പിയുടെ ഈ കവിയെ മാറ്റിമറിക്കുന്നത് തന്നെ, പിയെ മാറ്റിമറിക്കുന്നത് തന്നെ ഇവിടെയുള്ള സഹവാസമാണ്. കാഞ്ഞങ്ങാടും പട്ടാമ്പിയും തമ്മിലുള്ള ഒരു ആകർഷണ വികർഷണമാണ് പിയുടെ കവിതകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നതും. തീവണ്ടി എന്ന ഒരു ചലിക്കുന്ന ഒരു ബിംബം ഉപയോഗിച്ച് ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയധികം തീവണ്ടിയിൽ നിന്നുള്ള കാഴ്ച എഴുതിയ ഒരു കവി വേറെ ഉണ്ടാവില്ല. കവി മാധവൻ പുറച്ചേരി കവിയുടെ അറിയപ്പെടാതെ പോയ ചരിത്രം വീണ്ടെടുത്തെഴുതിയ ദീപേഷ് കെ.പിയും സംഘത്തിലുണ്ടായിരുന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ, മുഹമ്മദ് മുഹസിൻ MLA, പ്രൊഫസർ CP ചിത്രഭാനു ഉൾപ്പെടെയുള്ളവരുമായി സംഘം സൗഹൃദം പങ്കുവച്ചു. തുടർന്ന് ജില്ലയിൽ കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഇടങ്ങളിലൂടെ സംഘം പര്യടനം നടത്തി. ന്യൂസ് 18 പട്ടാമ്പി. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.